ഇന്നത്തെ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചോദ്യം ചോദിക്കട്ടെ. ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ നിങ്ങൾ പെട്ടെന്ന് വിഷമിക്കാറുണ്ടോ? മറ്റുള്ളവരുടെ വാക്കുകൾ നിങ്ങളെ എളുപ്പത്തിൽ തളർത്താറുണ്ടോ? നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് പുറത്തു വരാൻ ബുദ്ധിമുട്ടുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇന്നത്തെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണൂ. കാരണം ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്ന ലളിതമായ ശീലങ്ങൾ നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ ശക്തമാക്കാനും ആത്മവിശ്വാസം വളർത്താനും സഹായിക്കും. അവസാനം പറയുന്ന ടിപ്പാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റമുണ്ടാക്കാൻ സാധ്യതയുള്ളത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സോ വെൽക്കം ടു മൈ ചാനൽ ഗോൾഡൻ തോട്ട്സ്. ആദ്യമായി പറയാൻ പോകുന്ന കാര്യം, നിങ്ങളുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുന്നതിൽ രാവിലെ ആദ്യ 15 മിനിറ്റ് വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഉണർന്ന ഉടനെ ഫോൺ നോക്കരുത്. കാരണം ഉണർന്ന ഉടനെ ഫോണിലൂടെ കാണുന്ന പല നെഗറ്റീവ് വാർത്തകളും കാര്യങ്ങളും ചെറിയ രീതിയിലെങ്കിലും നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കും. പകരം എണീറ്റ ഉടനെ ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിക്കുക, പ്രാർത്ഥിക്കുക, ധ്യാനിക്കുക, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നിശബ്ദമായിരിക്കുക. ഇത് മനസ്സിനെ ശാന്തമാക്കും. രണ്ടാമതായി, ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക. ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുക. പലപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ സമാധാനം നഷ്ടമാകുന്നത് നമ്മൾ വലിയ വിജയങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുമ്പോഴാണ്. ജീവിതത്തിൽ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നിരാശയും സങ്കടവും നമ്മളെ അലട്ടും. എന്നാൽ ചെറിയ കാര്യങ്ങളിൽ വരെ സന്തോഷവും സമാധാനവും കണ്ടെത്താൻ ശ്രമിക്കുക വഴി ആത്മവിശ്വാസം വളരുകയും മനസ്സിൻ്റെ ശക്തി കൂടുകയും ചെയ്യും. മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ശരീരത്തെ ശ്രദ്ധിക്കാതെ മനസ്സിനെ ശക്തമാക്കാൻ കഴിയില്ല. ഇന്നത്തെ കാലത്ത് പലരും ശരീരം ശ്രദ്ധിക്കുന്നില്ല. രാത്രി വളരെ വൈകി ഉറങ്ങുന്നു, വ്യായാമമില്ല, ശരിയായ ഭക്ഷണക്രമമില്ല. ഓർക്കുക, നല്ല ആരോഗ്യമുള്ള ശരീരത്തിന് മനസ്സിന് ശരിയായ ഊർജം കൊടുക്കാൻ കഴിയുകയുള്ളൂ. വ്യായാമം ചെയ്യുമ്പോഴാണ് ശരീരത്തിൽ സന്തോഷം നൽകുന്ന ചില ഹോർമോണുകൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് നടക്കുകയോ വ്യായാമം ചെയ്തു കഴിഞ്ഞതിനു ശേഷമോ മനസ്സ് കൂടുതൽ ഉന്മേഷത്തോടെ നിലനിൽക്കുന്നത്. നാലാമതായി, മറ്റുള്ളവരുമായി നിങ്ങളെ സ്വയം താരതമ്യം ചെയ്യുന്നത് നിർത്തുക. ഇന്ന് എല്ലാവരും സോഷ്യൽ മീഡിയയിൽ സന്തോഷമുള്ളവരായി തോന്നും. നമ്മൾ കാണുന്നത് അവരുടെ സന്തോഷവും അച്ചീവ്മെൻറ്റ്സും മാത്രമാണ്. നമ്മൾ നമ്മുടെ ജീവിതം മറ്റുള്ളവരുടെ ജീവിതമായി താരതമ്യം ചെയ്യുമ്പോഴാണ് മനസ്സിൻ്റെ ശക്തി കുറയുന്നത്. എന്നാൽ ഓർക്കുക, ജീവിതത്തിൽ ഇന്നലത്തേതിനേക്കാൾ 100% മെച്ചപ്പെടുത്തിയാൽ അതാണ് യഥാർത്ഥ വിജയം. അതുകൊണ്ട് ജീവിതത്തിൽ ഓരോ ദിവസവും നല്ല നല്ല ശീലങ്ങളും നല്ല നല്ല മാറ്റങ്ങളും കൊണ്ടുവരൂ. അഞ്ചാമതായി പറയുന്നത്, നിങ്ങളുടെ മനസ്സിലെ സങ്കടങ്ങളും പ്രശ്നങ്ങളും പ്രിയപ്പെട്ടവരുമായി തുറന്നു സംസാരിക്കുക. അതുവഴി മനസ്സിൻ്റെ ഭാരം കുറയും. ശരിയായ പരിഹാര മാർഗങ്ങൾ മറ്റുള്ളവർക്ക് നിർദ്ദേശിക്കാനും കഴിയും. പ്രിയപ്പെട്ടവരുമായുള്ള തുറന്നു സംസാരിക്കലുകൾ മനസ്സിനെ ശക്തിപ്പെടുത്തും. ആറാമതായി പറയുന്ന കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾക്ക് നിങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. എപ്പോഴും നെഗറ്റീവ് ചിന്തകളോടും പരാതി പറയുന്നവരോടുമൊപ്പം ഇരുന്നാൽ നിങ്ങളുടെ മനസ്സും അതുപോലെയാകും. ജീവിതത്തിൽ നല്ല കാഴ്ചപ്പാടുകളും ലക്ഷ്യങ്ങളും ഉള്ളവരോടൊപ്പം സമയം ചിലവഴിച്ചാൽ നിങ്ങളുടെ മനസ്സിനും ശക്തി ലഭിക്കും. ഓർമ്മിക്കുക, ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയം മറ്റുള്ളവരെ തോൽപ്പിക്കുന്നതിലല്ല, ഇന്നലത്തേക്കാൾ നിങ്ങൾ ഇന്ന് മാനസികമായി ഒരുപടി മുന്നിലെത്തുന്നതാണ് യഥാർത്ഥ വിജയം. മനസ്സ് ശക്തമായാൽ സാഹചര്യങ്ങൾ നിങ്ങളെ നിയന്ത്രിക്കില്ല. നിങ്ങൾ സാഹചര്യങ്ങളെ നേരിടാൻ പഠിക്കും. മനസ്സിൻ്റെ ശക്തിയിലാണ് ഒരു മനുഷ്യൻ്റെ വിജയം എന്ന സത്യം മനസ്സിലാക്കുക. ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. കൂടുതൽ മോട്ടിവേഷണൽ സൈക്കോളജി വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.